ഹരേ കൃഷ്ണ. ഇന്ന് യോഗിനി ഏകാദശി. ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി. ഈ ഏകാദശിയുടെ മാഹാത്മ്യം എന്താണെന്ന് ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചതും എല്ലാ പാപപ്രതികരണങ്ങളെയും നശിപ്പിക്കുന്നതും കർമ്മബന്ധനങ്ങളിൽ നിന്നും പരമമായ മോചനം നൽകുന്നതുമാണ് യോഗിനി ഏകാദശി. ഭൗതിക സംസാരസാഗരത്തിൽ മുങ്ങി ജീവിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തരായി ആധ്യാത്മിക ലോകമാകുന്ന കരയിൽ നീന്തിക്കയറാൻ ഈ വ്രതം സഹായിക്കുന്നു. ത്രിലോകങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണിത്. ദേവന്മാരുടെ ധനസൂക്ഷിപ്പുകാരനായ കുബേരൻ മഹാദേവന്റെ വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം ഹേമമാലി എന്ന പേരുള്ള ഒരു ഭൃത്യനെ തോട്ടക്കാരനായി നിയമിച്ചിരുന്നു. മഹാദേവന്റെ പൂജയ്ക്ക് വേണ്ടി മാനസ സരോവരം എന്ന തടാകത്തിൽ നിന്നും പൂക്കൾ പറിച്ച് തൻ്റെ യജമാനനായ കുബേരന്റെ സമീപം എത്തിക്കുക എന്നതായിരുന്നു ഹേമമാലിയുടെ കർത്തവ്യം. ഒരിക്കൽ അദ്ദേഹം പൂക്കൾ ശേഖരിച്ചതിന് ശേഷം കുബേരന്റെ അടുത്ത് എത്തിക്കുക എന്ന കർത്തവ്യം മറന്ന് തൻ്റെ ഭാര്യയിൽ കാമാസക്തനായി പ്രണയ വിനോദങ്ങളിൽ മുഴുകിയിരുന്നു. പൂജയ്ക്കുള്ള പൂക്കൾ ലഭിക്കാത്തതിനാൽ കുബേരൻ ഹേമമാലിയെ അന്വേഷിച്ചു. സംഭവിച്ച കാര്യം ഭൃത്യരിൽ നിന്നറിഞ്ഞ കുബേരൻ അത്യധികം കുപിതനായി ഹേമമാലിയെ വിളിച്ചു വരുത്തി. ഭാര്യയിൽ ആസക്തനായി സ്വന്തം കർത്തവ്യത്തിൽ അലസത കാണിച്ചതിനാൽ കുഷ്ഠരോഗം ബാധിച്ച് ഭാര്യയിൽ നിന്നും വേർപിരിയട്ടെ എന്ന് കുബേരൻ ഹേമമാലിയെ ശപിച്ചു. ഉടൻ തന്നെ ആ ലോകം വിട്ട് താഴ്ന്ന ലോകങ്ങളിലേക്ക് പോയി ദുരിതം അനുഭവിക്കാനും കുബേരൻ പറഞ്ഞു. ഹേമമാലി രോഗബാധിതനായി അലഞ്ഞു നടന്നെങ്കിലും മഹാദേവന്റെ ആരാധന മുടക്കിയില്ല. ഒടുവിൽ ഹിമാലയ നിരകളിൽ എത്തിയപ്പോൾ മാർക്കണ്ഡേയ ഋഷിയെ കാണാനുള്ള സൗഭാഗ്യം ലഭിച്ചു. മഹാകാരുണ്യവാനായ ഋഷി കുഷ്ഠരോഗിയെ അടുത്ത് വിളിച്ച് ആ അവസ്ഥയുടെ കാരണം അന്വേഷിച്ചു. ഹേമമാലി നടന്നതെല്ലാം ഋഷിയോട് തുറന്നു പറഞ്ഞ് സഹായം അപേക്ഷിച്ചു. മൃദുല ഹൃദയനായ മാർക്കണ്ഡേയ ഋഷി ഇങ്ങനെ പറഞ്ഞു: നീ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞതിനാൽ നിനക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വ്രതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഉപവസിക്കുന്നതിലൂടെ ഈ ഭയാനകമായ ശാപത്തിൽ നിന്നും നീ തീർച്ചയായും മുക്തനാകും. ഇത് കേട്ട് ഹേമമാലി നന്ദിയോടെ ഋഷിയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. ഋഷിയുടെ നിർദ്ദേശപ്രകാരം ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അതിലൂടെ രോഗമുക്തനായി ഹേമമാലി തിരികെ വീട്ടിലെത്തി ഭാര്യയുമായി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഈ ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ 88,000 ബ്രാഹ്മണർക്ക് അന്നദാനം നൽകിയ പുണ്യം ഒരാൾക്ക് ലഭിക്കും. എല്ലാ പാപങ്ങളിൽ നിന്നും ആ വ്യക്തി മുക്തനായി പരിശുദ്ധനാകും. ഏകാദശി ദിവസം ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല. ഫലമൂലാദികൾ കഴിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി ദിവസം കൂടുതലായി ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും കീർത്തനം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഏകാദശി എടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് കൃത്യസമയത്ത് പാരണ വീട്ടി വ്രതം മുറിക്കുക എന്നുള്ളത്. ഇപ്രാവശ്യത്തെ ഏകാദശിയുടെ പാരണ സമയം നാളെ രാവിലെ 6:07 മുതൽ 10:20 വരെ. ഹരേ കൃഷ്ണ.